Mozilla Firefox Search and Auto-Complete Features എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ സെർച്ച് ഉപയോഗിക്കുവാനും സെർച്ച് എൻജിൻസ് മാനേജ് ചെയ്യുവാനും ഫൈൻഡ് ബാർ ഉപയോഗിക്കുവാനും അഡ്രസ് ബാറിലുള്ള ഓട്ടോ കംപ്ലീറ്റ് ഉപയോഗിക്കുവാനും പഠിക്കുന്നു. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഉബുന്റു 10.04ലെ ഫയർഫോക്സ് വെർഷൻ 7.0 ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്റർനെറ്റ് അധികവും ഉപയോഗിക്കുന്നത് ഏതെങ്കിലും വിവരങ്ങൾ തിരയുവാനാണ്. പ്രത്യേക വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ തിരയുന്നു. വിവരങ്ങൾ തിരയുന്നത് എളുപ്പമാക്കാൻ മൊസില്ല ഫയർഫോക്സിന് വിവിധ മാർഗങ്ങളുണ്ട്. ഇതിൽ ചിലത് നമുക്ക് നോക്കാം. ഒരു മാർഗം വിവിധ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് അതിൽ സെർച്ച് ചെയ്യുക എന്നതാണ്. ചുരുക്കത്തിൽ സെർച്ച് എൻജിൻസ് എന്നാൽ വെബ്സൈറ്റുകൾ തന്നെയാണ്. യുആർഎൽ ബാറിൽ www.google.com എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ ഹോം പേജ് തുറന്നു വരുന്നു. ഗൂഗിൾ ഹോം പേജിന്റെ സെർച്ച് ബാറിൽ ഇമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ച് എൻജിൻ എല്ലാ ഫലങ്ങളും തരുന്നു. ഏറ്റവും മുകളിലുള്ള ഫലം ഗൂഗിളിന്റെ ഇമെയിലായ ജിമെയിൽ ആണെന്ന് കാണാം. പക്ഷേ ഇതേ കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ മൊസില്ല ഫയർഫോക്സിൽ ഒരു മാർഗമുണ്ട്. നാവിഗേഷൻ ടൂൾ ബാറിൽ യുആർഎൽ ബാറിന് ശേഷം ഒരു സെർച്ച് ബാർ ഫീൽഡ് ഉണ്ട്. സെർച്ച് ബാർ ഫീൽഡിലേക്ക് നേരിട്ട് പോകാനായി CTRL-K പ്രസ് ചെയ്യാവുന്നതാണ്. സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്ത് കാണുന്ന മാഗ്നിഫയിംഗ് ഗ്ലാസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ചിന്റെ ഫലം കണ്ടന്റ് ഏരിയയിൽ കാണാൻ കഴിയുന്നു. ഏറ്റവും മുകളിലുള്ള ഫലം ഗൂഗിളിന്റെ ഇമെയിലായ ജിമെയിൽ ആണെന്ന് കാണാം. സെർച്ച് ബാറിന്റെ ഇടതുഭാഗത്തായി നമുക്ക് വേണ്ടി സെർച്ച് ചെയ്ത സെർച്ച് എൻജിന്റെ ലോഗോ കാണാം. മൊസില്ല ഫയർഫോക്സ് ഡിഫോൾട്ട് ആയി ഉപയോഗിച്ചിരിക്കുന്ന സെർച്ച് എൻജിൻ ഗൂഗിൾ ആണ്. നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമ്മുടെ ഇഷ്ടപ്രകാരം സെർച്ച് എൻജിൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. സെർച്ച് ബാറിലുള്ള ഗൂഗിൾ സെർച്ച് എൻജിൻ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ജനപ്രീതിയാർജിച്ച സെർച്ച് എൻജിനുകളായ യാഹൂ, ബിംഗ് എന്നിവയുടെ ലോഗോകൾ അടങ്ങിയ ഒരു ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റ് കാണുന്നത് ശ്രദ്ധിക്കുക. ഡ്രോപ്പ് ഡൌൺ ബോക്സിൽ നിന്ന് യാഹൂ തിരഞ്ഞെടുക്കുക. സെർച്ച് ബാറിന്റെ ഇടതുഭാഗത്തായുള്ള ലോഗോ ഇപ്പോൾ യാഹൂ ലോഗോ ആയി മാറിയത് ശ്രദ്ധിക്കുക. ഇമെയിൽ എന്ന് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് മാഗ്നിഫയിംഗ് ഗ്ലാസിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തവണ നമ്മൾ കണ്ടന്റ്സ് ഏരിയയിൽ കാണുക യാഹൂ സെർച്ച് എൻജിനിൽ നിന്നുള്ള ഫലങ്ങളാണ്. ഫലങ്ങൾ അവസാനം കണ്ടതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണെന്ന കാര്യം ശ്രദ്ധിക്കുക. ആദ്യ ഫലം ഇപ്പോൾ ജിമെയിൽ അല്ല, മറിച്ച് യാഹൂ മെയിൽ ആണ്. വീണ്ടും സെർച്ച് ബാറിൽ ഉള്ള സെർച്ച് എൻജിൻ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൌൺ ബോക്സിൽ മാനേജ് സെർച്ച് എൻജിൻസ് തിരഞ്ഞെടുക്കുക. ഇത് മാനേജ് സെർച്ച് എൻജിൻസ് എന്ന ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു. പട്ടികയിലെ അവസാന ഐറ്റം ക്ലിക്ക് ചെയ്യുക. വലതുഭാഗത്തെ ബട്ടൺസ് ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ തിരഞ്ഞെടുത്ത ഐറ്റം ഇപ്പോൾ പട്ടികയിൽ ഇല്ല എന്ന് കാണാം. ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാൻ ഒക് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാറിൽ ഉള്ള സെർച്ച് എൻജിൻ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. മാനേജ് സെർച്ച് എൻജിൻസിൽ ക്ലിക്ക് ചെയ്യുക. മാനേജ് സെർച്ച് എൻജിൻസ് ലിസ്റ്റ് ഡയലോഗ് ബോക്സ് പോപ്പ് അപ്പ് ചെയ്യുന്നു. ഇതിന്റെ താഴെയായി ഗെറ്റ് മോർ സെർച്ച് എൻജിൻസ് എന്ന് പറയുന്ന ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ ബ്രൗസർ ടാബ് തുറക്കുന്നു. ഇത് സെർച്ച് ബാറിലേക്ക് ചേർക്കാൻ കഴിയുന്ന വിവിധ സെർച്ച് എൻജിനുകൾ കാണിച്ചു തരുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സെർച്ച് എൻജിൻ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ടാബിന്റെ മൂലയിലുള്ള Xൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടാബ് ക്ലോസ് ചെയ്യാം. കണ്ടന്റ് ഏരിയയിലെ ഒരു പ്രത്യേക ടെക്സ്റ്റ് കണ്ടുപിടിക്കാൻ ഫൈൻഡ് ബാർ ഉപയോഗിക്കുന്നു. യുആർഎൽ ബാറിൽ www.gmail.com എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ജിമെയിൽ ഹോം പേജ് ലോഡ് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്നിട്ട് ഫൈൻഡ് ക്ലിക്ക് ചെയ്യുക. ബ്രൗസർ വിൻഡോയ്ക്ക് താഴെ ഒരു ഫൈൻഡ് ബാർ പ്രത്യക്ഷപ്പെടുന്നു. ഫൈൻഡ് ബാറിന്റെ ടെക്സ്റ്റ് ബോക്സിൽ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് കണ്ടന്റ്സ് ഏരിയയിൽ ആദ്യമായി കാണുന്ന ഭാഗം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ആ വാക്ക് അടുത്തതായി കാണുന്ന ഭാഗത്തേക്ക് പോകുന്നു. പ്രീവിയസിൽ ക്ലിക്ക് ചെയ്യുക വഴി ആ വാക്ക് ഇതിനു മുൻപ് കണ്ട ഭാഗത്തേക്ക് പോകുന്നു. ഹൈലൈറ്റ് ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ടെക്സ്റ്റ് ഉള്ള എല്ലാ ഭാഗങ്ങളും കണ്ടന്റ്സ് ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നു.
ഓട്ടോ കംപ്ലീറ്റ് ഫങ്ഷൻ മൂലം യുആർഎൽ ബാറിൽ വെബ് അഡ്രസ്സുകൾ ടൈപ്പ് ചെയ്യുന്നത് വളരെ ആയാസരഹിതമാക്കുന്നു. നമുക്ക് അഡ്രസ് ബാറിൽ വെബ് അഡ്രസ് പൂർണ്ണമായി ടൈപ്പ് ചെയ്യേണ്ടതില്ല. നമുക്ക് നോക്കാം. അഡ്രസ് ബാറിൽ ജിഎംഎ എന്ന് ടൈപ്പ് ചെയ്യുക. മോസില്ല ഫയർഫോക്സ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് സ്വയം പൂർത്തിയാക്കുവാൻ ശ്രമിക്കുന്നു. ഇത് GMAയിൽ ആരംഭിക്കുന്ന വെബ്സൈറ്റുകളുടെ ഒരു ഡ്രോപ്പ് ഡൗൺ തരുന്നു. ഡ്രോപ്പ് ഡൗൺ പട്ടികയിൽ നിന്ന് ജിമെയിൽ തിരഞ്ഞെടുക്കുക. ജിമെയിൽ വെബ് പേജ് കണ്ടെന്റ്സ് ഏരിയയിൽ ലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വിശേഷ ഗുണം ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് എന്നിട്ട് പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക. വിൻഡോസ് യൂസർസ് ടൂൾസ് എന്നിട്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. മെയിൻ മെനു ടാബുകളിൽ നിന്ന് പ്രൈവസി ടാബ് തിരഞ്ഞെടുക്കുക. ഡയലോഗ് ബോക്സിന്റെ ഏറ്റവും താഴെയായി വെൻ യൂസിങ് ലൊക്കേഷൻ ബാർ സജസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് വികസിപ്പിക്കാൻ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. പട്ടികയിൽ നിന്ന് നത്തിങ് തിരഞ്ഞെടുക്കുക. ഡയലോഗ് ബോക്സ് അടയ്ക്കാൻ ക്ലോസ് ക്ലിക്ക് ചെയ്യുക. അഡ്രസ് ബാറിലേക്ക് തിരിച്ചു പോയി ജിഎംഎ എന്ന് ടൈപ്പ് ചെയ്യുക. നിർദ്ദേശങ്ങളൊന്നും വരുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇതോടുകൂടി ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് സെർച്ച് ഉപയോഗിക്കാൻ, സെർച്ച് എഞ്ചിൻ മാനേജ് ചെയ്യാൻ, ഫൈൻഡ് ബാർ ഉപയോഗിക്കാൻ, അഡ്രസ് ബാറിലെ ഓട്ടോ കംപ്ലീറ്റ് ഉപയോഗിക്കാൻ. അസൈൻമെന്റ്: സെർച്ച് ബാറിലെ സെർച്ച് എഞ്ചിൻ യാഹൂ ആക്കി മാറ്റുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ എന്ന് തിരയുക. ആദ്യ ഫലത്തിൽ ക്ലിക്ക് ചെയ്യുക. പേജിൽ എത്ര തവണ വീഡിയോ എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് കാണുക. ഹൈലൈറ്റ് ഓൾ ക്ലിക്ക് ചെയ്ത് ഈ വെബ് പേജിൽ വീഡിയോ കാണുന്ന എല്ലാ ഭാഗങ്ങളും ഹൈലൈറ്റ് ചെയ്യുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ ജയിക്കുന്നവർക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് എന്നത് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഒരു ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.